കുഞ്ഞുണ്ണി അവിടെ കളിക്കുന്നുണ്ട്. ഒരു കഷ്ണം നിങ്ങൾ അതിന് വേണ്ടി കൊടുത്തോ? കടന്നുറങ്ങുന്നല്ല, അവൻ അവിടെ ഇരിക്കുക. ഒരു കഷ്ണം പാവല്ലേ അതിന് നിങ്ങൾ കൊടുത്തോ? ആ കഴിഞ്ഞില്ലേ അത്? അപ്പൊ ഞങ്ങളൊക്കെ എന്താ പുകയെ, ഞങ്ങൾക്കൊന്നും തൊള്ളണ്ടേ തിന്നാൻ? എന്താന്ന് മനസ്സിലായോ? അരിപ്പൊടിയല്ല കേട്ടോ, കൂവപ്പൊടി. സുകന്യ നോക്ക് പറയുന്നത് എനിക്ക് വയറിളക്കുള്ളവർക്ക് മാത്രം തിന്നാൻ പാടുള്ളൂ. അവ നമ്മള് ഈ ചായ ഞാനതോടെ പോയിട്ട് ഉണ്ടാക്കട്ടെ. കൂവ ഇപ്രാവശ്യം നീ ഉണ്ടായിരുന്നില്ലല്ലോ കൂവ എന്താ വരുന്ന സമയത്ത്? എവിടെ? അപ്പൊ നീ നിനക്ക് വേണ്ടേ? ആ വേണം, പിന്നെ വേണ്ടേ? കൂവ വേണ്ട ആരെങ്കിലും പറയൂ. അമ്മൂന്ന് ഇഷ്ടല്ലാണ്. എന്റെ ഫേവറേറ്റ് കണ്ടോ? പുട്ടുപൊടി പോലെ ഉണ്ട്, കണ്ടോ? കുവ്വയൊക്കെ ശരിക്കും പറഞ്ഞു ഇപ്പൊ കുവ്വയൊന്നും കാണാനല്ലേ കിട്ടണില്ല കേട്ടോ. 1000 ഉറുപ്പ്യാണ് കിട്ടുന്നു പറഞ്ഞല്ലോ. അപ്പൊ അവിടെ ചായ വയ്ക്കും, നമുക്കിവിടെ കുവ ഇറക്കാം കേട്ടോ. ഇനി വെള്ളം കട്ടിയും പൊടികളൊക്കെ ഉണ്ടാവുള്ളേ. അപ്പൊ പിന്നെ ഇങ്ങനെ നല്ല പണി കേട്ടോ. കൂവ പൊടി കടയിൽ നിന്ന് വാങ്ങുമ്പോഴേ അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ടാവും. നമുക്ക് തേങ്ങ വേണം കേട്ടോ. എനിക്കിത് എന്ത് ഇഷ്ടമാണ് വെച്ചിട്ടാ, നല്ല ഇഷ്ടമാണ്. എന്താ ഞാനും എൻ്റെ ഏട്ടനും മത്സരിച്ച് കഴിക്കുന്നത്. ഓ അച്ചോറ് ഡയലോഗില്ലേ ഇതില് ടിവിയില്, തേങ്ങയില്ല ആര് വെള്ളം നിറയ്ക്കും? ആരാ വെള്ളം നിറയ്ക്കുക? അച്ചു അല്ല അറിയില്ല. ഇങ്ങനെ ചെറിയ വേണ്ട കുട്ടി വേറെ എന്തെങ്കിലും ചെയ്തോ? ആ ശർക്കര പൊട്ടിക്ക്, ശർക്കര പൊട്ടി. ഇത് കൈ മുറുകി കൂട്ട ശർക്കര ഉണ്ടോ അതില്, ആ തട്ടില് അതെടുത്തോ. പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ആ കല്ലില്ലേ, ആ കല്ല് വെച്ച് മെല്ലെ ഇങ്ങനെ താഴത്തേക്ക് വീണതാ അങ്ങോട്ട്. ആ കിച്ചോട്ട അവിടെ ഉണ്ട്, ഒന്ന് കൊണ്ടേക്കിട്ട് വരുമോ? അതിന് അവരവിടെ പോകുമ്പോഴേക്ക് 4:30. അച്ഛ കൊണ്ടേക്കാരാ? ഓടിപ്പോ, വണ്ടി അവിടെ നിൽക്കുന്ന കണ്ടില്ലേ? പിന്നെ നമ്മളെ ചാത്തപ്പൻ നിൽക്കുന്നുണ്ടോ? ചാത്തപ്പന്റെ വേറൊരു തുണക്കാരല്ലേ, വേറൊരു ചോപ്പല്ലേ? ചോപ്പൻ ഇവിടെ ഇല്ല കേട്ടോ. അവനെ അപ്പുറത്തെ വീട്ടില്, അതിന്റെ അപ്പുറത്തെ വീട്ടിലാണ്. അവനെ ആർക്കെങ്കിലും കൊടുക്കുക എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ നമുക്കിനി അവനെ കിട്ടില്ല. അവൻ പോയി വന്ന് തെരച്ചിലോട് തെരച്ചിൽ ഇവിടെ മൊത്തം. അത്ര വേണ്ട, കുറച്ച് മതി. ആവശ്യമില്ലാത്ത അവിടെ മേലെ ചുത്തണ്ടോ? ഇനി മേലെ ചുത്തണ്ട, ചിലപ്പോ ഗ്രാനൈറ്റ് പൊട്ടിക്കല്ലേ, ബാക്കി പൊട്ടിപ്പോ. ഇവൻ മാത്രം ഇവിടെ നിൽക്കുന്നുണ്ട്, അവനെന്തെങ്കിലും ചെയ്യണം കേട്ടോ. ഇവനെ പറ്റി കൂട്ടുണ്ട് മറ്റാൾക്കല്ലേ ഇപ്പം. കാരണം അവൻ എവിടെ നിൽക്കാൻ സമ്മതിക്കില്ല, അവൻ ആട്ടി ഓടിക്കുക, അതുകൊണ്ട് പോവാണ്.
അനിയന് എല്ലാവർക്കും അത് കൊടുക്കുക പറയുമ്പോൾ ഭയങ്കര ഇടങ്ങാറ് കേട്ടോ. നമുക്ക് ഇടങ്ങാറുണ്ട്, പക്ഷെ വല്ല നായ്ക്കളും ഇത് 3 മതി, ഒരുപാട് മധുരമാണ്. കറുത്ത വെള്ളം കുറച്ച് എടുത്ത് വെച്ചോട്ടെ, കാരണം പുളിയിഞ്ചി ഉണ്ടാക്കാം. കറുത്ത പുളിയും കറുത്ത വെല്ലമെന്ന് പറഞ്ഞാൽ പുളിയിഞ്ചി നല്ല കളറുണ്ടാവും. പുളിയിഞ്ചി ഉണ്ടാക്കണം, പുളിയിഞ്ചി ഉണ്ടാക്കണം, പുളിയിഞ്ചി ഉണ്ടാക്കാൻ ഇന്നുണ്ടാക്കിയില്ലേ ഉണ്ടാക്കിക്കൂടെ? പറയുന്നത് അല്ല ഇത് ഉണ്ടാക്കുമ്പോ കറുത്ത പുളിയും കറുത്ത വെല്ലാണെങ്കിൽ പുളിയിഞ്ചി കറുപ്പുണ്ടാവും ഉറപ്പേ. പിന്നെ ഇന്നലത്തെ വീഡിയോയിലെ അമ്മൂട്ടി മുണ്ടണില്ല എന്ന് പറഞ്ഞിട്ട് കുറേ പേര് പറഞ്ഞിരുന്നു. അതിലൊരു കമന്റ്, രസകരമായ കമന്റ് വായിച്ചിട്ട് അമ്മ പറയുന്നു അവൾക്ക് വല്ല പ്രേമ നൈരാശ്യം ഉണ്ടാവും, അതും കൊണ്ടാണ് ആ കുട്ടി വർത്താനം പറയാത്തത്. ഏട്ടന് ഞാനൊക്കെ ആദ്യം ഇങ്ങനെ തന്നെയായിരുന്നു, അധികം സംസാരിക്കും. ഏട്ടൻ തീരെ വർത്താനം പറയുന്നില്ല. ഇപ്പോഴാണ് നമ്മള് പുറത്ത് ഇപ്പൊ ഒരു അല്ല അത് അവള് തുറക്കുന്നിട്ടേ ഉള്ളു നമ്മുടെ വീഡിയോയില് ഉള്ളവർക്ക് അറിയാം. അമ്മ പിന്നെ എന്താ വെച്ചാൽ അച്ചു ആക്റ്റീവായിട്ട് വരുന്ന പോലെ അമ്മ അവളുടേതായ പ്രായത്തിന്റെ ഒരു ഇത് കാണിക്കുന്നുണ്ട്. പുറത്തിറങ്ങുമ്പോ അവളെ ചില ആൾക്കാര് അമ്മൂന്ന് വിളിക്കുമ്പോ അവൾക്കൊരു ചെറിയൊരു ഇത് ഉണ്ടാവുമല്ലോ. അപ്പൊ അത് കാരണം അവളൊന്ന് മാറി നിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാതെ അവളെ കൊണ്ട് യാതൊരു വിധ പ്രശ്നമില്ല. പിന്നെ ഇനി അങ്ങനെ പ്രേമം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളോട് അവൾക്ക് പറയാനുള്ള ഒരു ഫ്രീഡം അല്ലേ നമ്മൾ കൊടുക്കലുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ട് അവർ പഠിക്കട്ടെ, പഠിക്കേണ്ട പ്രായമല്ലേ, പഠിച്ച് അവർക്ക് ജോലി കിട്ടി അങ്ങനെ എന്തെങ്കിലും ഉണ്ട്. ഇന്ന് തന്നെ അറിയില്ല, ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. എന്താ നമ്മള് എന്താണ് കായ പോവാന്ന് പറഞ്ഞൊരു കുട്ടിയാവണ്ട അപ്പോഴല്ലേ ഇതിനാണോ സ്കൂളിലേക്ക് വിടുന്നത്? അമ്മ എന്നിട്ട് പറയുന്നു കണ്ടോ പറയുന്നത് കണ്ടില്ലേ പറഞ്ഞിട്ട് മക്കളെ നമ്മള് 2 മക്കൾ. ഇപ്പൊ അച്ചുവിന്റെ സ്വഭാവമായിരിക്കില്ല അമ്മൂന്റെ സ്വഭാവമായിരിക്കില്ല കിച്ചുവിന്റെ. 3 പേരുടെയും ഞങ്ങൾ 4 മക്കള് 4 സ്വഭാവമല്ലേ. ഇപ്പൊ എന്റെ സ്വഭാവമല്ല സുകന്യയുടെ അല്ല മറ്റേ അനിയത്തിയുടെ നാത്തൂന്റെ. ഞങ്ങളൊക്കെ 4 പേര് 4 വ്യത്യസ്ത സ്വഭാവമുള്ളവരല്ലേ. എല്ലാവരും ഒരേപോലെ ആയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ജീവിക്കുക? അപ്പോൾ അങ്ങനെ കുട്ടികളൊന്നും പറയാൻ പാടില്ല കേട്ടോ. അത് നമ്മുടെ മക്കളില്ല, ആരുടെ മക്കളില്ല. കാരണം ഓരോരുത്തരും ഓരോ രീതിയായിരിക്കും. നമുക്ക് അവരെ മാറ്റിക്കൊണ്ടുവരാൻ പറ്റുമോ? അച്ചു എന്താ എല്ലാവരോടും നല്ല ചിരിച്ചു കളിച്ച് ഞാൻ വർത്താനേ പറഞ്ഞില്ല. ഏട്ടൻ ഞാൻ ആരെങ്കിലൊക്കെ അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് വരും, റോട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത് പറഞ്ഞാൽ ഞാൻ വിചാരിക്കും ദൈവം ഇവരോട് ഇപ്പൊ എന്താ വർത്താനം പറയാ. അത് കഴിക്കും അങ്ങനെയായിരുന്നു. അപ്പൊ പിന്നെ അമ്മ അങ്ങനെ ആവണേലും ഒരു അത്ഭുതമില്ല. ഏട്ടൻ മാത്രം നൽകില്ല, നമ്മളും തന്നെ അമ്മൂന്റെ അതേ ഒരു ഇതായിരുന്നു. എന്നെ അറിയുന്ന ആൾക്കാർക്ക് ഇപ്പോൾ അറിയാലോ നമ്മള് എങ്ങനെയായിരുന്നു എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ അവരൊക്കെ മാറി ചിന്തിക്കും. ഇപ്പൊ അച്ചു ഇപ്പൊ നല്ല ആക്റ്റീവായിട്ട് സംസാരിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോ അച്ചു ആയിരിക്കും മെല്ലെ മരിങ്ങനെ ആവുക, അമ്മ ആയിരിക്കും ഒന്നും കൂടി ഉഷാറുണ്ടാവുക. നാടൊക്കെ വിട്ട് സ്വന്തം രീതിക്കൊക്കെ പണികളായി തുടങ്ങിയപ്പോഴാണ് വർത്താനം പറയാൻ തുടങ്ങിയത്. അല്ലാണ്ട് ഇവിടെ നിന്നൊന്നും ആരോട് ഞാൻ വർത്താനം പറഞ്ഞു. ഏട്ടൻ കോഴിക്കോട് ഏട്ടനൊക്കെ സത്യം പറയാ സ്ത്രീ പെണ്ണുങ്ങളോടൊക്കെ സംസാരിക്കുന്നതൊക്കെ അത് ഇപ്പോഴും കുറവാണ്. ഇപ്പോഴും ഈ പറഞ്ഞത് ഞാൻ എല്ലാവരും ആരോടെ കണ്ടു കഴിഞ്ഞാൽ ചിരിക്കുകയെന്നല്ലാണ്ട് ഞാൻ പിന്നെ ആ ഭാഗത്തേക്ക് നോക്കാറില്ല. അത് ഇപ്പൊ തന്നെ നമ്മളെ പരിചയപ്പെടുന്നവർക്ക് അറിയാം. വീട്ടിൽ സംസാരിക്കുകയെന്നല്ലാണ്ട് ശർക്കര ഇതില്ലേ എന്താ ചില വെള്ളത്തില് എന്താ പറയാ ഇതില്ല പറയും, ചളിയില്ല എന്ന് പറയട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ വാങ്ങുന്നതാണ്. എന്തോന്നാ ശർക്കര കുറച്ചും കൂടി വെള്ളം വേണം കേട്ടോ. എന്തുണ്ടാക്കുന്നുണ്ട് അല്ല അമ്മൂട്ടി അങ്ങനെയൊക്കെ നമ്മള് കേൾക്കുമ്പോ കുട്ടികൾക്ക് വീഡിയോയിൽ വരാനൊന്നും കൂടി ഒരു മടി തോന്നുള്ളൂ. കാരണം ഇപ്പൊ അവളുടെ പ്രായം അങ്ങനത്തെ പ്രായമല്ലേ മാറല്ല. അവളാണ് ഞാൻ പറയാലോ എപ്പോഴും പറഞ്ഞിട്ടില്ലേ ഒരു ഒതുങ്ങിയ ടൈപ്പാണ് അമ്മൂട്ടി. എനിക്ക് ഇഷ്ടമാട്ടോ അങ്ങനെയുള്ള കുട്ടികളെ സത്യം അറിയാച്ചാൽ. കാരണം ഒരു വഴക്കിനോ വക്കാണത്തിനോ ഒന്നിനുമില്ല. അവളുടെ കാര്യങ്ങൾ നോക്കി നമ്മള് പറഞ്ഞ ഞാനിപ്പോ തന്നെ നിന്റെയൊക്കെ പ്രായമുള്ളവരെ കാണുമ്പോൾ അവർ ചിരിച്ചിട്ട് പോകാറില്ല. ഞാൻ എവിടുന്നാന്ന് കൂടി ചോദിക്കാൻ നിൽക്കില്ല, എവിടെ വീടുന്ന് കൂടി ചോദിക്കാൻ നിൽക്കില്ല. കാരണം എന്താ വെച്ചാൽ അത് പലരും പല രീതിയിലുള്ള നമ്മളിപ്പോ എങ്ങനെയാന്നുള്ളത് നമുക്കേ അറിയൂ. അത് അവർക്ക് ചിലപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ വേറെ ആയിരിക്കും. അപ്പൊ നമ്മൾ വെറുതെ ആവശ്യമില്ലാത്തൊരു തലയിട നിന്നിട്ട് വെറുതെ കാണുമ്പോഴേക്ക് ഓരോ വിശേഷങ്ങൾ അതൊക്കെ മോശമാണ്. അത്ര അടുപ്പം നമ്മളടുത്ത് കാണിക്കാനും പോയിട്ട് വർത്താനം പറയാം. പോയിട്ടല്ല ഇങ്ങോട്ട് സംസാരിച്ച് വരുമ്പോ അങ്ങോട്ട് സംസാരിക്കുക. അതാണ് നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള വീട്ടുകൾ കൂടി നമ്മുടെ ഈ മക്കള് പോയില്ല.
നമ്മൾ വലിയ ഇതുപോലെ പറയില്ല, നമ്മൾ പോകണുണ്ടെങ്കിൽ അവര് പോവാന്നല്ലാതെ അതേപോലെ തന്നെ ഇപ്പൊ പായസം പായസം അല്ല പായസം കുട്ടിക്ക് ഏത് പായസം വേണ്ടത്? നമ്മള് സേമിയാണ് കേട്ടോ അത്. എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാലോ, എൻ്റെ മക്കളാണ്. ഇപ്പൊ എനിക്ക് 2 ഏട്ടന്മാരുണ്ട്, ഏട്ടന് 2 അനിയന്മാരുണ്ട്, പെങ്ങളുണ്ട്. എൻ്റെ മക്കളില്ലേ ആരോടും ഇന്നത് വാങ്ങി തരുമോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത് വേണമെന്ന് പറഞ്ഞിട്ട് ഒരാൾ ഇന്നേ വരെ ബുദ്ധിമുട്ട് ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ വീട്ടിൽ എന്താണോ വെക്കുന്നത് അത് വാങ്ങി കഴിക്കണത്. ഇപ്പോഴാണ് സത്യം പറയാച്ചാൽ നമ്മള് എന്തെങ്കിലും മക്കൾക്ക് സ്പെഷ്യലായിട്ട് വാങ്ങിക്കൊടുക്കുന്നത്. നമ്മുടെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാലോ ഏട്ടാ. എന്താ ഇപ്പോഴാണ് മക്കള് ഇന്നത് വാങ്ങി, അപ്പൊ നമുക്ക് നമ്മളത് എന്തെങ്കിലും ചെയ്തിട്ടാച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ദൈവത്തിന്റെ പൊരുത്തം കൊണ്ട് എങ്ങനെയെങ്കിലും നമ്മളത് വാങ്ങിക്കൊടുക്കുന്നുണ്ട്. അവര് ഒരു സമയത്ത് ഒരു ബിരിയാണി വാങ്ങണമെന്ന് പറഞ്ഞിട്ട് ഇരുന്ന സമയത്ത് നമ്മള് പറഞ്ഞ വാങ്ങിത്തരാണ്ടല്ല, അവർക്കും ബുദ്ധിമുട്ടുകളില്ലേ. കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് അഞ്ച് ചോദിച്ചു അമ്മോട് എന്താ അമ്മ വേണ്ടി, എന്താ അമ്മൂട്ടിക്ക് വേണ്ടതെന്ന്. എന്നിട്ട് അമ്മ എന്നോട് വന്നിട്ട് ചോദിച്ചത് എന്താ അമ്മ കുഞ്ഞച്ചൻ ചോദിച്ചു എന്താ വേണ്ടത് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇപ്പം എത്ര ഡ്രസ്സാണ് അടിച്ചത്, അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഡ്രസ്സ് എടുക്കണമെന്ന്. അങ്ങനെയാണ് മക്കള്. നമ്മളിപ്പോൾ ഇങ്ങനെ അറിയില്ല. എനിക്ക് ബാക്കിയുള്ള കമന്റുകളൊന്നും എനിക്ക് അത്ര ഇതായി തോന്നില്ല കേട്ടോ. അപ്പം അങ്ങനെ പറയുമ്പോൾ പല മക്കളും പല രീതിയിലാണ്. നമ്മളതിനൊന്നും ഇതായിട്ട് കാര്യമില്ല. അങ്ങനെയൊക്കെ ഉണ്ടാവേണ്ട പ്രായമൊക്കെ അല്ല, പ്രായമൊക്കെ അതൊക്കെ തന്നെ. ഇപ്പം ഞാൻ സ്കൂളിൽ ഇപ്പോൾ ഇടയ്ക്ക് ഇവരെ കൊണ്ടുപോകാനോ പോകുമ്പോൾ പലരും കാണലുണ്ട്. കുട്ടികൾ അപ്പുറത്ത് പുറമേയുള്ള സ്കൂളത്തെ അല്ല പുറമേയുള്ള കുട്ടികളുടെ കൂടെ നിന്ന് സെൽഫി എടുക്ക് എന്തൊക്കെ അവിടെ നിന്ന് ചെയ്യണം ചേട്ടാ. റോഡ് വക്കത്ത് നിന്നിട്ട് സെൽഫി എടുക്കുകയൊക്കെ ചെയ്യണം. വേറെ ആ സ്കൂളായിട്ട് ബന്ധമില്ലാത്തൊരു പുറമേയുള്ള അങ്ങനെയൊക്കെ കാണും. അപ്പോൾ അത് ഓരോരുത്തരും ഓരോ രീതിക്കാണ്. എല്ലാവരും ഇപ്പം നമുക്ക് അങ്ങനെ പറയാനും പറ്റില്ല. കാരണം അവരുടെ പ്രായം കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ വന്നത്. അപ്പം നമുക്കറിയാം അവരുടെ ഓരോ ചിരികളാണ് വെച്ചാലും അവരുടെ ഓരോ മാറ്റങ്ങൾ എന്താ അച്ഛനങ്ങൾ ചെയ്യല്ലേ മാറ്റങ്ങളാണോ എന്ന് വെച്ചാലും നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ചില സമയത്ത് ഇപ്പോൾ ഞാൻ പറയട്ടെ വയറുവേദന ഉണ്ടാവും മക്കൾക്ക്. പെൺകുട്ടികളാണോ എന്ന് വെച്ചാൽ അറിയാലോ, അവർക്ക് വയറുവേദന ഉണ്ടാവും. അപ്പോൾ അവർക്ക് നമ്മളോട് പ്രത്യേകിച്ച് ദേഷ്യമായിരിക്കും. കാരണം നമ്മളോടാണ് അവർക്ക് ദേഷ്യം കാണിക്കാൻ പറ്റുള്ളൂ, വേറെ അപ്പുറത്തുള്ളവരോട് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ ദേഷ്യം കാണിക്കുക നമ്മളോടായിരിക്കും, ഒച്ചടിയായിരിക്കും നമ്മളോടായിരിക്കും കേട്ടാ. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു പ്രായം കഴിഞ്ഞിട്ടേ നമ്മൾ വന്നത്. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് എല്ലാവരും പറയുന്ന പോലെ എന്താ അത്രയും പെർഫെക്റ്റാണ് അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് പറയാനും പറ്റില്ല. കാരണം നമ്മുടെ മക്കളുടെ പിന്നാലെ നമ്മൾ പോകില്ല. പക്ഷെ നമ്മൾ കണ്ടിടത്തോളം നമ്മുടെ മക്കള് നല്ല കുട്ടികളാണ്. നല്ല കുട്ടികളാണ് പറഞ്ഞാൽ അവർക്ക് എന്ത് സംസാരിക്കാനുള്ള ഫ്രീഡം എപ്പോഴും വീട്ടിൽ കിട്ടുന്നു. ഇപ്പോഴും നമ്മളൊരു കാര്യം കൂടി അവർക്ക് എന്ത് തോന്നണോ അത് നമ്മളോട് ഒരു മറയില്ലാണ്ട് സംസാരിക്കാൻ ഉള്ള സ്പേസ് എപ്പോഴും കൊടുക്കുന്നുണ്ട്. എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞു വെച്ചാൽ ഞാൻ പറയാലോ, ഞങ്ങളുടെ വീട്ടില് എൻ്റെ അച്ഛനും അമ്മയാണോ എന്ന് വെച്ചാലും വൈകുന്നേര സമയത്ത് ഒരു ചോറുണ്ണ സമയത്ത് എന്താ ഒരു എല്ലാവരും പാടെ കൂടി ഇരുന്നിട്ട് ഒരു സംസാരം ഉണ്ടായിരുന്നു ഞങ്ങൾ ചെറുതാവുമ്പോൾ. അപ്പൊ നമുക്ക് എന്ത് കാര്യം നമുക്ക് അവരോട് പറയാനുള്ളത് പേരുണ്ട്. പിന്നെ നമുക്ക് എന്ന് പറഞ്ഞു വെച്ചാൽ ഞാൻ ഇത് പറയാലോ, നമ്മുടെയൊക്കെ ഒരു പ്രായമാകുമ്പോഴേക്കും +2 കഴിഞ്ഞതും നമ്മുടെ കല്യാണം കഴിഞ്ഞു പോയി. നമ്മുടെ മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +2 വരെ നമ്മുടെ കൂടെ ഉണ്ടാവും. +2 കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള കോഴ്സ് ഇപ്പോൾ ഏതാണോ അവർക്ക് പഠിക്കണം തോന്നുന്നത് നമുക്ക് അവരുടെ കൂടെ നിൽക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. അപ്പൊ ഇരിക്കുന്ന സമയത്ത് ഞാൻ നമ്മളെ കണ്ടത് എന്തോ അത് വിശ്വസിക്കാനേ പറ്റുമോ? കണ്ടത് ഇപ്പൊ പണിയെടുക്കുന്ന കാണില്ല പറഞ്ഞാൽ അമ്മ മിറ്റടിക്കാറുണ്ട്, തുണികൾ നമ്മളെ തിരിഞ്ഞ് തോരട്ട് കഴിഞ്ഞാൽ തോരയിടാറുണ്ട്. അതിനൊക്കെ അവളായിട്ടില്ലേ. അപ്പൊ ഞാൻ ബാത്റൂമും കുളവും കഴിക്കാറുണ്ട്. നമ്മൾ ചെയ്യേണ്ട പണികളൊക്കെ ചെയ്യിപ്പിക്കാറുണ്ട്. പിന്നെ ചില സമയത്ത് എന്താ വെച്ചാൽ നമുക്ക് പാവം തോന്നിട്ട് അവനെ കാണുമ്പോഴേ തീരെ വച്ച് ചെയ്യുമ്പോഴാണ് വെച്ചാൽ ചെയ്യണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളുണ്ടല്ലോ എന്നുള്ള രീതിയിൽ. ഇതെന്താ ഇത് ഞാൻ പറയില്ല വിചാരിച്ചാട്ടോ. പക്ഷെ ഇത് കമന്റ് മക്കളും കൂടി കാണുമ്പോ അവർക്കൊരിത് അതന്നെയാണ് കണ്ടോ പറയുന്ന കേട്ടോ എന്നൊക്കെ പറയുമ്പോ നമുക്ക് എന്തോ പോലെ തോന്നില്ലേട്ടാ. ഇതിപ്പോ ഓരോരുത്തരും ഓരോ രീതിക്ക് ഉള്ള കാര്യങ്ങൾ പറയും. അതിപ്പോ നമുക്ക് എല്ലാ മക്കൾക്ക് വിഷമമെന്ന് പറഞ്ഞിട്ടിപ്പോ കാര്യമില്ലല്ലോ. പറയുന്നവരിതിപ്പോ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? അച്ചു ഒരു ശർക്കരയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ എത്ര വേണ്ടു കളറ്? മധുര കുറവുണ്ടോ? ഇക്കറിയില്ല മധുരത്തിലുണ്ട് നോക്കി വെച്ചു. എന്തായാലും എനിക്ക് തിന്നാൻ പറ്റില്ല. പിന്നെ മധുരം കുറച്ചായാലും കൂടുതലായാലും
അച്ചോ നല്ല മധുരം ഇട്ടേന്ന് വെച്ചാൽ എന്താണെന്നറിയോ, അനിയനൊന്നും അത്ര മധുരം ഇഷ്ടമല്ല കേട്ടോ. മാറി വരുന്നത് കഴിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് കഴിച്ച് കഴിഞ്ഞപ്പോൾ അഡ്മിറ്റ് ആവേണ്ടി വരുമ്പോഴത്തെ അന്ന് ഉണ്ടാക്കിയപ്പോഴും കണ്ടിരിക്കാൻ തന്നെ പറ്റുള്ളൂ. പിന്നെ കഴിക്കുമ്പോൾ പഴം വേണം, പപ്പടം വേണം. എല്ലാ കൊല്ലം കഴിക്കില്ലതോ, എല്ലാ കൊല്ലം കഴിക്കില്ലാന്ന് പറയാ. ഇപ്രാവശ്യം ഇനി 2 പ്രാവശ്യം വരെ കാണുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല, ചുമ മാറിയില്ല, ഇപ്പൊ കഴിക്കാൻ പറ്റും. സാധനം ഉണ്ടായിട്ടെന്താ, സാധനം ഉണ്ടായിട്ടെന്താ, ചുമ മാറേണ്ട അറിയാ. എന്താ അച്ചു കാണിക്കുന്നത്? നമ്മള് കണ്ടോ അച്ചുവോ എന്താ കുട്ടി കാണിക്കുന്നത്? എന്താ നോക്കണ്? കൊറേ നേരമായാലും തരയണു, കൊറേ നേരമായാലും തരയണു. എന്താ തരയണ്? ആ ശരി, തെരയല്ലേ? എന്താ ചോദിക്കണ്ട. ഇതിൽ ഏലക്കായ ഇടാൻ പാടില്ല കേട്ടോ. ഏലക്കായൊക്കെ സെയിം കറി ചെയ്ത് ആ ഒരു മണം പോയില്ല. ഇതൊക്കെ ആവാനിപ്പോ എന്താ, നമ്മുടെ ചെറിയ നാഴി, ഇടനാഴി എന്താ സ്റ്റീലിന്റെ വാങ്ങിയ ഓടിന്റെ വാങ്ങിയിട്ടോ. നമ്മൾ പിന്നെ ഇതൊന്നും അധികം ഇത് ഉപയോഗിക്കില്ലല്ലോ, ഇതല്ലേ നാഴികൾ ഉപയോഗിക്കാം. അപ്പൊ പിന്നെ അധികം ക്ലാസ്സുകളല്ലേ വേരി എടുക്കാൻ. ഞാൻ എന്നിട്ട് ഇതിന്റെ അളവിൽ ഉള്ള ക്ലാസ് ഉണ്ടോ നോക്കിയപ്പോ ശരിക്കും നമ്മൾ എന്താ ഉപയോഗിക്കുന്ന ക്ലാസ് ആ ക്ലാസ്സിൽ നാഴിക്കാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ അങ്ങനെ നമുക്ക് കുറച്ചെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാനും പറ്റില്ല ഒരു കാര്യം. എല്ലാവരും ഉള്ളതുകൊണ്ട് അപ്പച്ചട്ടി ഉണ്ടല്ലേ, ആ കാസറോള് എടുത്തേക്ക് ഇതിലും ഉണ്ട്. വച്ച് വെച്ചോട്ടെ. ഇതിന്റെ വലുതൊന്നും കൂടി ഇല്ലേ? ക്ലാസ് ഇങ്ങനെ ഇതിന്റെ ഒന്നും കൂടി നമുക്ക് ഈ പാത്രങ്ങളൊക്കെ ഇല്ലേ കുട്ടിവായ കഴിച്ചോ? ഗണപതി ഹോമത്തിന് എന്താ ഉപയോഗിക്കാൻ പറ്റിയ അതെടുത്തോന്നി. കുട്ടി കഴിച്ച ചൂടാറട്ടെ കേട്ടോ, അങ്ങനെ കഴിക്കണ്ട. തണ്ണിമത്തം കൊടുത്തിട്ടുണ്ട് അച്ഛൻ. അയ്യോ, കുട്ടി ഇവിടെ ഇരുന്ന് എങ്ങനെ കിട്ടുക? എത്ര വിളിച്ചത് അവിടുന്ന്? ഇതാ അരി ഉള്ളും കഴിച്ചിട്ടേ പോണുള്ളൂ. ഓ ശരി ശരി. ഇതില് 50 ഉണ്ടാവും കേട്ടോ ഈ പാത്രത്തില്. 50 സെറ്റ്. ഇത് നമുക്ക് എന്തായാലും അന്നത്തെ കാണിപ്പാട്ടിന് ഉപയോഗിക്കാനും പറ്റിയില്ലേ. അത് ചായയോ കൊണ്ടിട്ടേ ആയി 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 ആയിന്നോ. എന്നാ അങ്ങോട്ട് കൊണ്ടൊക്കെന്നോ, അങ്ങോട്ട് കൊണ്ടൊക്കോ. കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണി മുത്തേ വരാന്ന് പറഞ്ഞവര് വന്നില്ല. ഞങ്ങളങ്ങോട്ട് പോട്ടോ. എന്താ പപ്പടം ഉണ്ടോ? പപ്പടം കഴിഞ്ഞു. എന്നാ പപ്പടം നോക്കാച്ചു. ബാക്കി എടുത്തോ. ആദ്യം ചായ വെക്കി. നിങ്ങളിത് കഴിക്കുമ്പോ ഞാൻ നോക്കിട്ട് നിൽക്കണ്ട. അല്ലെങ്കിൽ അപ്പഴേ ഏട്ടാ ഇതെങ്ങനെ കഴിക്കാന്ന് ചെറുക്കണോ? എങ്ങനെ വാരി കഴിക്കല്ല, അതെങ്ങനെ കഴിക്കും? ഇതെങ്ങനെ കോരിയിട്ട് എന്നിട്ട് പഴം ചെറുപഴം കൂടി കൂട്ടിയിട്ടില്ലേ, പപ്പടം മാത്രം കൂട്ടാൻ എനിക്ക് ചെറുപഴം വേണം. അമ്മൂല നോക്കിട്ടാ, അമ്മൂല്ലേട്ടാ മുഖം തിരിക്കി നോക്കി നോക്ക്. എന്നമ്മൂ എന്താ കഴിക്കില്ല അമ്മോ? എന്ത് രസാ അമ്മു കഴിച്ചു നോക്കടി. വേണ്ടേ? എന്തേ
കഴിച്ചോ? എനിക്ക് ചുമയായിട്ട് എനിക്ക് കഴിക്കാൻ പറ്റാതെ. അനക്കെന്താ പ്രശ്നം? അമ്മു കുഴിമന്തി, പൊറോട്ട, ബിരിയാണി, ഫ്രൈഡ് റൈസ്, എന്താ വേണ്ട, കാളൻ, പപ്സ്, മുട്ടക്കാള. ഈ എന്താ കാണിക്കണ്? ലുലുവിലേക്കല്ലേ അല്ലേ? അല്ല, അവൾക്കാകെ പാലക്കാട് പോയി അവിടെ പോവുള്ളൂ, വേറെ എവിടേക്കും പോവില്ല. മുണ്ടിയ ലുലുമാളെ കാണല്ലോ. മുണ്ടിയ ലുലുമാളാണ്. അവിടെ പോയിട്ട് എന്താ മൊയിലൊന്നും കാണാല്ലോ. എന്തിനാ വെറുതെ പോകും? എല്ലാത്തിനും കയറാൻ പൈസ മാത്രം 100-150 റുപ്യ. ഞാൻ ഒന്നിലൊന്നല്ലേ, എല്ലാത്തിലും ഉള്ളിൽ കയറാൻ പൈസ, പിന്നെ ഓരോന്നിലും കയറാൻ തനിത്തനിയെ പൈസ. നിങ്ങൾക്ക് അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ കോട്ട മൈതാനം പോയി കണ്ടിട്ട് വരാൻ പറ്റും. അതെ, നല്ല ഗ്രൗണ്ടാണ് പരന്നിട്ട്. പിന്നെ നല്ല ഗ്രൗണ്ടാണ് പരന്നിട്ട്. അതിൽ കുറെ മരമുണ്ട്. എന്തൊക്കെ കാണാണ്ട് കോട്ട മൈതാനത്ത്. കുറെ ആമകളുണ്ട്. കോട്ട മൈതാനത്ത് അവിടെ ആമ? അത് കോട്ട മൈതാനത്തല്ല ആമ, അത് കോട്ടയിലാ. പിന്നെ മൈതാനം പറഞ്ഞു മൈതാനത്തിനല്ലേ മൈതാനം പറയാം. കോട്ടയം ആരെങ്കിലും മൈതാനം പറയൂ? നമ്മള് പക്ഷെ കോട്ട കോട്ടയിലാണ് അല്ലേ? കോട്ട മൈതാനം എന്ന് പറഞ്ഞ അവിടെ ഒരു മൈതാനം ഉണ്ട്. അത് അപ്പുറത്തല്ലേ, ഗ്രൗണ്ട് അല്ലേ, ക്രിക്കറ്റ് കളിക്കുന്നത്. അതാണ് കോട്ട മൈതാനം. ഓപ്പൺ ജിമ്മൊക്കെ ഉള്ളത്. അല്ലാത്തത് കോട്ട, ടിപ്പു സുൽത്താൻ കോട്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങള് കേട്ടിട്ടുണ്ട്? ഞങ്ങള് കണ്ടിട്ടുണ്ട്. എന്താണ് പപ്പടം പൊളക്കില്ലേ? പപ്പടൊക്കെ പൊളക്കുണ്ട്. അങ്ങോട്ട് കൈ കൊണ്ട് എടുക്ക്. പിന്നല്ലേ ഒരു പപ്പടം നിൽക്കുമ്പോഴേക്ക് എന്താ മനസ്സുവിന്. ഞാനൊക്കെ അങ്ങനെ ചെയ്യാം. കോലൊന്നും എടുക്കില്ല. ഇപ്പൊ കണ്ടില്ലേ അമ്മൂന്റെ ഓരോ സമയത്തും ഓരോ മൂടുകളാണ് കേട്ടോ. അത്ര ഉള്ളു മക്കൾ. അത് ആ ഒരു കാര്യം പറയുമ്പോ ഞാനൊരു കാര്യം പറയട്ടെ. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ എല്ലാവരും ചിലവരൊക്കെ ആ സുകന്യ പറയും. സുകന്യ ചിരിച്ചിട്ട് കണ്ട ഭാവം കൂടി നടിക്കില്ല. കണ്ട ഭാവം കൂടി പിന്നെ എന്താ പറയാളല്ലേ സൂന്യെ? നിങ്ങൾ വന്ന് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയാ. അല്ലാണ്ട് ഇപ്പൊ എന്താ അവിടെ നിന്ന് പറയുന്നത്? അത് അടുത്ത് വന്ന് എന്തെങ്കിലുമൊക്കെ വിശേഷം പറയുമ്പോഴേ ചോദിക്കുക. ഞാൻ സുകന്യ എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ ചില ചിരിച്ചോളും ഉണ്ട് കേട്ടോ. ചിരിച്ച് വർത്താനം പറഞ്ഞോളും ഉണ്ട്. അതിന്റെ അച്ചു പപ്പടം കഴിച്ചിട്ട് എന്നാ ചാടപ്പാ പപ്പടം ഇത് വലുതാണ് ഏട്ടാ. മറ്റവന് ഇനി ആർക്കെങ്കിലും വേണോ ചോദിച്ചോ കേട്ടോ. എന്താന്നറിയോ, പിന്നെ ഞങ്ങൾക്ക് കിട്ടില്ല കേട്ടോ. എന്താ അവനെ അതും കൊണ്ട് കൊടുക്കുകയാണെ, അല്ലാതെ നിവർത്തികേടും കൊണ്ട് ഇല്ലേട്ടാ. എല്ലാം തെണ്ടി തുടങ്ങി. ഇനി തെണ്ടി തിരിയുന്നുണ്ട്. എന്താ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ വാഴത്തോടിയിൽ നിന്ന് നായ പിടിച്ചിട്ട് പോകണത്. ഏറ്റവും കൂടുതൽ നായ പിടിക്കുന്ന സ്ഥലം അവിടെ. 42 കോഴികൾ ഉണ്ടായിട്ട് ഇപ്പൊ ആകെയുള്ള കോഴികൾ എത്രണ്ണാന്നറിയോ? 4 കോഴികൾ. ചാത്തപ്പനുണ്ടല്ലോ, അവല്ലെങ്കിൽ 3 എണ്ണം. അവല്ലെങ്കിൽ എന്ന് പറയരുത്. ചാത്തപ്പൻ പിന്നെ ഈ 2 ഇവനല്ല മറ്റവൻ. ഇവര് 2 ഇനി നല്ലൊരു കൂടൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം കോഴികളെ വളർത്താൻ കേട്ടോ. അതിനുള്ള സംവിധാനം കാര്യങ്ങളൊക്കെ വേണം. ഈ നായ്ക്കള് പിടിച്ചിട്ടില്ലേ കോഴികളിലൊക്കെ എത്ര പോയിന്നറിയാം നമുക്ക്. അപ്പൊ ഒരു കെട്ടിയോനല്ലേ അവിടെ വന്ന് കിടക്കണത് അവിടെ ഉണ്ട്. അപ്പൊ ഞങ്ങളില്ലേ ഞങ്ങളുടെ വിശേഷം നിർത്തട്ടെ. ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടോ ഇങ്ങനെ കഴിക്കാൻ? എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പളേക്ക് പോവാ കഴിഞ്ഞില്ലേ? പപ്പടം കൊണ്ടപ്പോഴേക്ക് ഇങ്ങനെയാണ് പപ്പടം കാഴ്ച. ഇനി നീ ആണ് തിന്നോ? അപ്പൊ ഞാൻ എനിക്ക് തിന്നാൻ പറ്റില്ല, അതുകൊണ്ട് പറയട്ടോ. കുട്ടികൾക്കും വേണം കേട്ടോ. എനിക്ക് മാത്രമായിട്ട് തരാം. അമ്പലത്തിലെ ശർക്കര പായസമാണ് എനിക്ക് ഇതേപോലെ. അച്ഛന് വേണ്ടേ? അച്ഛന് 2 പപ്പടം കൊണ്ട് ഒപ്പിച്ചില്ല. നല്ലതാകുമ്പോ കഴിച്ചോ. അപ്പൊ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കാണാം. സുഗനിക്ക് വെച്ചോ.